ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഈ യാത്ര എവിടേക്കാണെന്നല്ലേ, അങ്ങ് ബന്ദിയോട് ചേമ്പാറുന്ന സ്ഥലത്തേക്കാണ്. ഞങ്ങൾ 2-3 ബസ്സിലൊക്കെ കയറി അങ്ങനെ അവിടെ എത്തിയിട്ടോ. എന്താ പരിപാടി ഉണ്ടോ വെച്ചാൽ ഉണ്ട്. അവിടെ കാതുകുത്തും തുന്നത്തും അങ്ങനെ ഒക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് 2 മിഠായി വാങ്ങി കുട്ടികൾക്ക്. അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര ദാഹിച്ച് കുട്ടികൾ വെള്ളം കൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായി. നടന്ന് വീണ്ടും ഒരു ഇടവഴിയിലേക്ക് ഓടിയിട്ട് തിരിഞ്ഞു. അതിൽ കുറച്ച് നടക്കാണ്ട് ഇടവഴിയിൽ അത് ഇങ്ങനെയാണ് കേട്ടോ. കുറേ ലോങ്ങാണ് ഒരു ഇടവഴി. പിന്നെ എന്നിട്ട് വീണ്ടും ഒന്ന് റോഡിലേക്ക് എത്തി. റോഡിൽ കുറച്ച് നടക്കാനുണ്ടായിനി. എന്നിട്ട് വീണ്ടും ഒരു ചെറിയൊരു ഇടവഴിയിൽ കൂടിയിട്ട് കുറച്ച് നടന്നപ്പോൾ പരിപാടിയുടെ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കുടിക്കാൻ ജ്യൂസ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടാ. പേരക്കയുടെ മരവും പിന്നെ അതുപോലെ തന്നെ കുറേ പേരൊക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഇത് കണ്ടല്ലോ. എന്നിട്ട് നേരെ ഞങ്ങൾ ഇത് വീടിൻ്റെ മുകളിൽ നിന്ന് എടുത്തതാണ്. പിന്നെ നേരെ വീടിന് താഴെ ഇറങ്ങി വന്നിട്ട് നമ്മൾ എടുത്തതാണ്. പഴയ കാലത്തൊരു ടാങ്കാണ്. ബാക്കി വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. നല്ല പപ്പായല്ല പൈനാപ്പിൾ മരമാണ് കേട്ടോ. പൈനാപ്പിളിൻ്റെ തൈയും പിന്നെ വേറെ കുറേ മരങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് പൈനാപ്പിളിൻ്റെ തൈ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ചക്ക കേട്ടോ. ചക്ക, മാങ്ങ, പൈനാപ്പിൾ, പേരക്ക, പിന്നെ മുട്ടപ്പഴം, തെങ്ങ്, കവുങ്ങ്, പിന്നെ അതുപോലെ തന്നെ കുരുമുളക് എന്ന് പറയുന്ന ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. ഇത് കറിവേപ്പിൻ്റെ ഒരു വലിയൊരു മരം തന്നെയുണ്ട് കേട്ടോ. എന്തായാലും ഇതാ കാണിച്ചു തരട്ടതാ. ഇതാണിതാ കറിവേപ്പിലിൻ്റെ ഒരു മരമായിട്ട് ഇങ്ങനെ തിങ്ങി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കണ്ടോ. ഇതാണ് കറിവേപ്പിലയുടെ മരം. എന്തോ ഒരു വലുപ്പമെന്നറിയോ. ഇതാണ് മുട്ടപ്പഴം എന്ന് പറയുന്നത്. മുട്ടപ്പഴം ഉണ്ടോ, പച്ച ഉണ്ടോ, പച്ച ആയിട്ടുള്ളതാണ് മുട്ടപ്പഴം. ഇത് പഴുത്ത് കഴിയുമ്പോൾ മഞ്ഞായിട്ടുണ്ടാവും. അവിടേക്ക് എത്തണമെങ്കിൽ കുറേ ബസ്സൊക്കെ കയറണം. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് കേട്ടോ. നല്ല അവിടെ നിന്ന് വരാൻ നമുക്ക് തോന്നൂല. അതാണ് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ. പിന്നെ പരിപാടിക്ക് പോയതല്ലേ, കുട്ടികളുടെയൊക്കെ വീഡിയോ, ആൾക്കാരുടെ വീഡിയോ എന്തോ ഉൾക്കൊള്ളിക്കാത്തതെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അതിന് അലൗഡ് ഇല്ല. അതുകൊണ്ട് നമ്മളത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പോൾ ചിലർക്ക് അങ്ങനെയാണ്, വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യേണ്ട, അത് ചെയ്യേണ്ട, ഇത് ചെയ്യേണ്ട എന്നല്ല പറഞ്ഞു. പിന്നെ ഇത് കുരുമുളകാണ്. കുരുമുളക് തൈയാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെയാണ് കേട്ടോ. നല്ല നല്ല വലിയ രീതിയിൽ കഴിഞ്ഞൊരു പരിപാടി തന്നെയാണ് കേട്ടോ കുട്ടികളുടെ പരിപാടി. കണ്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഊണ് സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. പായസം, ഇത് പായസം കേട്ടോ. പായസം അടിപൊളി പായസമായിരുന്നു. പിന്നെ ചിക്കൻ കറി, പിന്നെ ബീഫ് കറി, പിന്നെ കച്ചമ്പറ്, വെള്ളപ്പം, പാവ്, പൊറോട്ട, അങ്ങനെ വേണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നെയ്ച്ചോറുണ്ട് കേട്ടോ. നെയ്ച്ചോറും ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നേ. കണ്ടല്ലോ, നിരത്തി വെച്ചിട്ടുണ്ട് എല്ലാ ഐറ്റംസും. ഓരോന്നിലായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നല്ലതാണ്. ഇത് ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ കുടിച്ച് പിന്നെ തിന്ന് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ നാട്ടിലേക്ക്. എന്നിട്ട് ഏകദേശം വൈകുന്നേരം ആവുമ്പോഴേക്കും ഞങ്ങൾ നാട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ടാറ്റാ.